മണിപ്പൂർ വിഷയമുയർത്തി ബി.ജെ.പിയെ തകർക്കാം തളർത്താമെന്ന് കരുതിയവർക്ക് വമ്പൻ തിരിച്ചടി നൽകിക്കൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. ആസാം ഹിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് 35% ക്രിസ്ത്യൻ വോട്ടർമാരുള്ള ഇവിടെ 28-ൽ 25 സീറ്റും ബി.ജെ.പി നേടിയിരിക്കുന്നു. ഒരു സുനാമി എന്ന് തന്നെ പറയേണ്ടി വരും. മണിപ്പൂരും ആസാമും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഇടവും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കേവലം 5 മണിക്കൂറാണ്. മണിപ്പൂരുമായി ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് 35% ക്രിസ്ത്യാനികളുള്ള ഈ ഭാഗത്ത്, ക്രിസ്ത്യൻ വോട്ടർമാരുള്ള ഈ ഭാഗത്ത് ബി.ജെ.പിക്ക് വലിയ വിജയം. ഒരുപക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഒരു കോർപ്പറേഷന്റെ വിജയമാണോ ഇതെന്ന്. ഇതെത്ര പറയാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിലേക്ക് പറയുന്നു, ഈ ആസാം ഹിൽ കൗൺസിൽ എന്ന് പറയുന്നത് വെറും ഒരു കോർപ്പറേഷൻ അല്ല. പകരം നോർത്ത് കാച്ചർ ഓട്ടോണമസ് കൗൺസിലിൽ ആസാമിലെ ഏറ്റവും വലിയതും തന്ത്രപ്രധാനവുമായ ഒരു കൗൺസിൽ തന്നെയാണ്. ഇതിൻ്റെ അധ്യക്ഷന് മുഖ്യമന്ത്രിയുടെ അതേ അധികാരവും പവറുമാണുള്ളത്. ഇതിലെ അംഗങ്ങൾക്ക് ക്യാബിനറ്റ് മന്ത്രിയുടെ പവറാണുള്ളത്. അതായത് സ്വയം ഭരണാധികാരമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൽ ഓട്ടോണമസ് ബോഡികളുണ്ട്. അത്തരത്തിലൊരു വലിയ ബോഡിയിലെ തെരഞ്ഞെടുപ്പാണ് നടന്നത്. ആസാം ഹിൽ കൗൺസിലാണ് നടന്നത്. 35% ക്രിസ്ത്യൻ വോട്ടർമാരുള്ള മണ്ഡലമാണ്. അവിടെ ബി.ജെ.പിയുടെ സുനാമി എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. ഈ വിജയത്തെക്കുറിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി, ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത് ഇത് വികസനത്തിൻ്റെ വിജയമാണ്. ഒരു എയിംസും 3 മെഡിക്കൽ കോളേജുമാണ് ഈ മേഖലയ്ക്ക് മാത്രം നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. ഇപ്പോഴും കേരളം എയിംസ് ഇല്ലാതെ നെട്ടോട്ടമോടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വികസനത്തിന്റെ പാതയിൽ ബി.ജെ.പി വോട്ട് നേടുമ്പോൾ കിട്ടുന്ന വൻപം വിജയമാണിതെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.